മുൻകാല KSU കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി കോക്കേഴ്സ് തിയേറ്ററിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 1-ാം വാർഡ് കൗൺസിലർ ഷൈനി മാത്യു ദേശീയ പതാക ഉയർത്തി. മുൻകാല KSU കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് റിപ്പബ്ലിക് ദിന ആഘോഷം സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി കോക്കേഴ്സ് തിയേറ്ററിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങ് 1-ാം വാർഡ് കൗൺസിലർ ഷൈനി മാത്യു ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്കറിയാം, നമ്മൾക്ക് SIR എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ജനങ്ങൾക്ക് ഭീതിയാണ്. കാരണം ആ SIR-ൽ നമ്മളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒരു ഭീതിപൂർണമായ ഒരു ജീവിതമാണ് നമ്മൾ ഇന്ന് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മോചനം ലഭിക്കേണ്ടതായിട്ടുണ്ട്. സാജൻ മണ്ണാളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖവുര വായിക്കുകയുണ്ടായി. മുഖവുരയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുമെന്ന് എല്ലാ അംഗങ്ങളും ചേർന്ന് പ്രതിജ്ഞയെടുത്തു. അഗസ്റ്റസ് സിറിൽ, ജെറോം, ഗോപാലകൃഷ്ണൻ, ജയപ്രകാശ് നാരായൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്നത്തെ രാജ്യങ്ങൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെതായ ശ്വാസം ഉച്ഛ്വസിക്കുന്നുണ്ടോ? ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആദർശങ്ങൾ, തുല്യനീതി, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കാം, നമ്മുടെ വിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ രാജ്യത്ത് നടമാടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെല്ലാം അവസരങ്ങളുണ്ടോ? അതല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല അതെല്ലാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അതല്ലേ 7th ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.